കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിപ്പോൾ നിൽക്കുന്നത് മരപ്രഭുവിൻ്റെ, അതായത് ഗുരുവായൂർ അമ്പലത്തിലെ തെക്കേ നടയിലുള്ള ആ മരപ്രഭു ശില്പത്തിൻ്റെ അടുത്താണ്, പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഐതിഹ്യവും രഹസ്യമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പലർക്കും അറിയായിരിക്കാം, എന്നാൽ അറിയാത്തവർക്കായിട്ട് ഞാനതൊന്ന് പങ്കുവയ്ക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു രഹസ്യം അല്ലെങ്കിൽ ഐതിഹ്യം എന്നൊക്കെ പറയാൻ ഉള്ള കാരണം, നമ്മളെ പൂന്താനം തിരുമേനിയും മേൽപ്പത്തൂർ വട്ടേരിയും കൂടി ഒക്കെ രാവിലെ ഈ സമയമല്ലല്ലോ, അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ ഗുരുവായൂരപ്പ സന്നിധിയിലായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചെല്ലുമായിരുന്നു പൂന്താന തിരുമേനി. അപ്പം അദ്ദേഹം ചൊല്ലി വന്ന സമയത്ത് ശ്രീ പത്മനാഭോ മരപ്രഭു എന്നുള്ളത് മാറ്റിയിട്ട് ശ്രീ പത്മനാഭോ മരപ്രഭു എന്ന് പറഞ്ഞു. ആ മരപ്രഭു എന്ന് പറഞ്ഞത് കേട്ട മേൽപ്പത്തൂർ അദ്ദേഹത്തെ, ആ പൂന്താനത്തെ ഒരു കളിയാക്കി. എന്താണ് താൻ ഇത്ര കാലം ഈ ഗുരുവായൂരപ്പനെ ഭജിച്ചിട്ട് വിഷ്ണു സഹസ്രനാമം ശരിക്കും ചെല്ലാൻ ഇതുവരെയും പഠിച്ചില്ലേ, അർത്ഥവത്തായിട്ട് പഠിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കൂടെ ഉണ്ടായിരുന്ന തിരുമേനിമാരെല്ലാം അദ്ദേഹത്തെ, പൂന്താനത്തെ കളിയാക്കി. ആ കളിയാക്കലിൽ പൂന്താനാകെ വിഷണ്ണനായി. ആ സമയത്താണ് ശ്രീകോവിലിനുള്ളിൽ നിന്നും ആ ശരീരി വരുന്നത്. ഞാൻ അമരപ്രഭു മാത്രമല്ല, മരപ്രഭു കൂടിയാണ്. അതായത് സർവ്വചരാചരങ്ങളിലും ഞാൻ നിറഞ്ഞു നിൽക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ പിന്നെ ഇനി എന്താ? അപ്പോൾ ആ പൂന്താനത്തിൻ്റെ നിഷ്കാമമായ ഭക്തി അതിൽ ഉൾപ്പെട്ടിട്ടാണ് ആ ഗുരുവായൂരപ്പൻ പറഞ്ഞത്. അപ്പോൾ മേൽപ്പത്തൂരിനും മനസ്സിലായി താൻ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത്. കാരണം ഭൂലോകം അല്ല, എല്ലാ ലോകങ്ങളിലും സർവ്വചരാചരങ്ങളിലും ജഗന്നിയന്താവായ ശ്രീ ഗുരുവായൂരപ്പനാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കി അദ്ദേഹം. അപ്പോൾ ആ ഒരു കാര്യമാണ്. അതിനുശേഷം ആണ് നമ്മളെ ഗുരുവായൂർ തെക്കേ നടയിൽ ഈ മരപ്രഭുവിൻ്റെ ശില്പം, അതായത് 2011 സെപ്റ്റംബർ 4-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ് ഇത് ഭക്തർക്കായിട്ട് തുറന്നു കൊടുത്തത്. അതിനും നല്ല പണിയാണ്. ഏകദേശം 1000-ഓളം ആളുകളുടെ 3 മാസത്തെ ശ്രമഫലമായിട്ടാണ്. അതിൻ്റെ ശില്പി എന്ന് പറഞ്ഞാൽ ആലുവയിലുള്ള ഒരു രാമചന്ദ്രനാണ്. അതിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായി വന്നിട്ടുള്ള കളിമണ്ണിലാണ്. കളിമണ്ണും ഔഷധങ്ങളും ചന്ദ്രക്കല്ലുകളൊക്കെ കൂട്ടിയിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു ദൈവിക ചൈതന്യം ഉള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ചന്ദ്രിക കല്ലുകളും ഔഷധക്കൂട്ടുകളും ഒക്കെ ഉൾപ്പെട്ടിട്ടാണ് അതിൻ്റെ നിർമ്മിതി. അത് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചു. കാരണം ആ ശില്പത്തിൽ ഈ കളിമണ്ണിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, മനുഷ്യനും കളിമണ്ണും തമ്മിൽ ഇണങ്ങി ജീവിക്കുന്നതാണ്. ഭൂമിയും കളിമണ്ണും തമ്മിൽ അത്രയും ഇണങ്ങി ജീവിക്കുന്നതാണ്. മനുഷ്യനും ഭൂമിയും കളിമണ്ണും എല്ലാം കൂടി യോജിച്ച് കഴിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് എല്ലാ കാലത്തും അത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള ധാരാളം ഔഷധക്കൂട്ടുകളാണ്. ആ ഔഷധക്കൂട്ടിൻ്റെ നമ്മൾ അവിടെ ചെന്നിട്ട് എന്താ പറയുക, ശില്പത്തെ ദർശിക്കുന്ന മാത്രമല്ല, ആ ശില്പത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഔഷധക്കൂട്ടിൻ്റെ പ്രസരണം നമ്മളിലേക്ക് എത്തും. അപ്പോൾ ആ ചൈതന്യം, ആ ഒരു ഔഷധക്കൂട്ടിൻ്റെ അതൊക്കെ ശരിക്കും രോഗശാന്തിക്കൊക്കെ അത് ഉപകരിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നത്. വെറുമൊരു ശില്പമല്ല അത്, ശരിക്കും ആ മരപ്രഭുവിൻ്റെ ഒരു അവതാരം എന്ന തരത്തിൽ തന്നെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ, അതിനടുത്ത് തന്നെ നമ്മളെ മഹത്തായ കേശവൻ്റെ ആ ഒരു പ്രതിമ കൂടിയുണ്ട്. ഏകാശി നാളിലാണ് കേശവൻ. അത് വളരെ എന്താ പറയുക, ഏറ്റവും മനുഷ്യരെക്കാട്ടിലും ഏറ്റവും ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട കേശവനാന. കേശവൻ്റെ കൊമ്പാണല്ലോ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കിയിരിക്കുന്നത്.
അത് ആ ഏകാശി നാളിൽ തന്നെ ചെരിയുന്ന അവസ്ഥയുണ്ടായി. ആ ഗുരുവായൂരപ്പനെ നോക്കിയിട്ടാണ് ചെരിഞ്ഞത്. അപ്പോൾ അതൊക്കെ വലിയ കാര്യം. ഇത് അങ്ങനത്തെ ശില്പങ്ങളാണ്. അപ്പോൾ മരപ്രഭുവിൻ്റെയും ഉണ്ട്, കേശവൻ്റെയും ഉണ്ട്. ആ മരപ്രഭുവിൻ്റെയൊക്കെ അതിൻ്റെ അത്രയും ഗുണമുള്ള സ്ഥലമാണ്. ഇനി നമ്മളെ ഭക്തർ കാണാത്തവർ അത് ഒന്നും കൂടി പോയി കാണുക, കണ്ടവർ ഈ ഒരു ഉദ്ദേശം വെച്ചിട്ട് കാണുക. കാരണം അവിടെ കുറച്ച് നേരം ചിലവഴിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ അതിന്ന് വരുന്ന കാറ്റിന് പോലും ആ ഒരു ഔഷധങ്ങളുടെ ഇത് നമ്മളെ ശരീരത്തിലേക്ക് ഏൽപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഗുരുവായൂർ ദർശനത്തിന് വരുന്ന ആളുകൾ, എല്ലാ ഭക്തരും മരപ്രഭുവിനെ കാണാൻ ശ്രമിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.